ആശാ വർക്കർമാരുടെ സമരത്തിൽ തുക വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തിന് കേന്ദ്രം 100 കോടി നൽകാനുണ്ടെന്നും ആശാ വർക്കർമാർക്കൊപ്പം ഇതിനായി ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2023-24 വർഷം കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. 100 കോടി രൂപ 1 രൂപ തന്നിട്ടില്ല. ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ്, അല്ലെങ്കിൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. അതിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഞാൻ ഈ പുതിയ കേന്ദ്രമന്ത്രിസഭ ചുമതലയേറ്റപ്പോഴും കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടതിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള 600-ലധികം കോടി രൂപയിൽ ആശമാർക്കുള്ള ഈ 100 കോടി രൂപ നൽകണം എന്നുള്ളത് പറഞ്ഞിരുന്നു. ഞാനും ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ്. എസ് ശ്രീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. ശ്രീജ, ചെറിയ തുകയൊന്നുമല്ല, 100 കോടി രൂപ കേന്ദ്രം കേരളത്തിന് ഈ വിഷയത്തിൽ മാത്രമായി നൽകാനുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. കേന്ദ്രം തരേണ്ട ഫണ്ട് തരാത്തതിലെ പ്രതിസന്ധി ഈ കാര്യത്തിൽ സർക്കാർ നേരിടുന്നുണ്ട് എന്നാണല്ലോ. ഏതായാലും ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യഘട്ടത്തിൽ സംയുക്തമായിട്ട് ആശാ വർക്കർമാർ സമരം ആരംഭിച്ചതാണ്. അതിനുശേഷം സർക്കാരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതിൽ ആശമാരുടെ ആവശ്യം എന്ന് പറയുന്നത് നിലവിൽ ലഭിക്കുന്ന ഓണറേറിയം, അത് സംസ്ഥാനത്ത് നിലവിൽ നൽകുന്നത്, സംസ്ഥാന സർക്കാർ നൽകുന്നത് 7,000 ആണ്. 7,000 രൂപ എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ അത് നൽകി വരുന്നതുമാണ്. പക്ഷെ മറ്റൊരു സംസ്ഥാനത്തും ഈ രീതിയിൽ 7,000 രൂപ ഓണററി നൽകുന്നില്ല. പക്ഷെ അതിനു പുറമെ കേന്ദ്രത്തിന്റെ ഇൻസെന്റീവായി 3,000 രൂപയും കൂടാതെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഇൻസെന്റീവും ചിലപ്പോൾ ഏകദേശം 13,000 രൂപ ഇവർക്ക് നിലവിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അത് കാണാത്ത തരത്തിലാണ് ചിലർ തെറ്റായ രീതിയിൽ ഈ സമരത്തെ പോലും ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി പറയുന്നത്. ഏതായാലും സർക്കാരുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു CITU ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നത്. സർക്കാർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. കാരണം സംസ്ഥാനത്തിന് നിലവിൽ 2023-24 കാലയളവിൽ കേന്ദ്രത്തിൽ നിന്നും ഇതിന്റെ ഭാഗമായി ലഭിക്കാനുള്ളത് 100 കോടി രൂപയാണ്. അത് കേന്ദ്രം നൽകിയിട്ടില്ല. സംസ്ഥാനവും ആവശ്യപ്പെടുന്നത് ആശമാർക്ക് വേണ്ടി ആശമാരുടെ വേതനത്തിൽ വർധനവുണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് ഞാനും ദില്ലിയിലെത്തി കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ തയ്യാറാണ്. അത്തരത്തിൽ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും ചർച്ചകൾക്കൊന്നും സർക്കാർ എതിരല്ല. ഏത് ആശമാർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് സർക്കാരിനെ കാണാൻ സാധിക്കും. അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷെ ചർച്ചയിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. സർക്കാരിന് വർദ്ധിപ്പിക്കാവുന്നതിൽ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ 7,000 രൂപ എന്നുള്ളത് 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ആവശ്യം. അതിപ്പോൾ പ്രായോഗികമല്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഓണററി നൽകുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് അത് ആ രീതിയിൽ പെട്ടെന്ന് ഒരു വർധനവ് അതിൽ വരുത്തുവാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം കാലോചിതമായി തന്നെയാണ് LDF സർക്കാർ ഇതിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. മറ്റൊരു വിഷയം, ഇവർ പിരിഞ്ഞു പോകുമ്പോൾ, ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് 5 ലക്ഷം രൂപ നൽകണം എന്നുള്ളതാണ്. അതും നിലവിലിപ്പോൾ പ്രായോഗികമായ ഒരു കാര്യമല്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാൻ അവർ തയ്യാറാകാത്തതാണ് ഈ രീതിയിൽ സമരം നീണ്ടുപോകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന്റെ നിലപാട് അത് ആരും തന്നെ ചർച്ചയാക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയത്. അന്ന, ശരി, ആശാ വർക്കർമാരുടെ സമരത്തിൽ തുക വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി വീണ ജോർജ് പറയുന്നു. സംസ്ഥാനത്തിന് കേന്ദ്രം 100 കോടി രൂപയാണ് ആശാ വർക്കർമാരുടെ വിഷയത്തിൽ മാത്രമായി നൽകാനുള്ളത്. ആശാ വർക്കർമാർക്ക് വേണ്ടി ഇതിനുവേണ്ടി ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ് എന്നും മന്ത്രി വീണ ജോർജ് പറയുന്നു. എസ് ശ്രീജ വിവരങ്ങൾ നൽകിയത്.